ഒരു കുട്ട ആത്മവിശ്വാസം, അല്പം ധൈര്യം, പിന്നെ സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള അതിയായ മോഹം. ആരാന്ന് ചോദിച്ചാൽ ദാ ഇരിപ്പുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വിമൻ ഓട്ടോ ഡ്രൈവർ അന്നയാണ് കൂടെ. എന്തായാലും കൺഗ്രാജുലേഷൻസ്. സ്വന്തം കാലിൽ നിൽക്കുന്നു, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു. എങ്ങനെയുണ്ട് ഈ ഒരു ഫീൽ? എനിക്ക് അറിയാവുന്നൊരു തൊഴിലാണ്. പിന്നെ മറ്റൊരാളുടെ കീഴിൽ ഇപ്പം ഞാനോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്നും പോയി നിന്ന് അത് ശാശ്വതമായിട്ട് പോയതായിട്ട് എനിക്കൊരു അറിവില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. ചെറിയ സാധാരണക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാനും ആളുകളായിട്ട് കൂടുതൽ ഇടപഴകാനും കിട്ടുന്നൊരു അവസരമാണ് ഓട്ടോ. എന്നുവെച്ചാൽ സാധാരണക്കാരൻ്റെ ഒരു ബെൻസ് തന്നെയാണ് ഓട്ടോ. എന്നുവെച്ചാൽ എപ്പോഴും സാധാരണക്കാർക്ക് ആവശ്യമുള്ളൊരു വണ്ടിയാണ് ഓട്ടോ. ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ബ്യൂട്ടീഷ്യൻ അങ്ങനത്തെ മേഖലകളിൽ വരുന്ന ആളുകൾ മാത്രമാണ് വരുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ആവശ്യമുള്ളൊരു വണ്ടിയാണ് ഓട്ടോ. അതുകൊണ്ട് എനിക്കും കുറച്ച് മാനസിക ഉല്ലാസം കിട്ടും. ലൈസൻസ് എനിക്ക് പണ്ടത്തെ ലൈസൻസ് ഉണ്ടായിരുന്നു, അത് മെയിൽ കാറ്റഗറി കിടക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സബ് ജഡ്ജി രഞ്ജിത്ത് കൃഷ്ണ എന്ന് പറഞ്ഞ സാറ് ഇടപെട്ട് 2 ദിവസവും കൊണ്ട് അത് ഞാൻ കുറേ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ ആർട്ടിഫിസ് 2-3 തവണയൊന്നും പോയപ്പോൾ അതങ്ങനെ പെട്ടെന്ന് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു ആഗ്രഹം പതുക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു, വണ്ടി എന്നുള്ളൊരു ആഗ്രഹം. പിന്നീട് ഇങ്ങനെ രഞ്ജിത്ത് സാറായിട്ട് സംസാരിച്ചതിന് ശേഷം പുള്ളി പറഞ്ഞ് ലൈസൻസായിട്ട് വരാൻ പറഞ്ഞ് ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്നു. പുള്ളി എന്തായാലും കുറച്ച് പേപ്പർ പുള്ളിയുടെ ഭാഗത്തു നിന്നെല്ലാം റെഡിയാക്കി ആർട്ടിഫിസിനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ആ പേപ്പർ മേടിച്ച് അവിടെ ചെന്ന് 2 ദിവസം കൊണ്ട് ലൈസൻസ് ഫീമെയിൽ കാറ്റഗറിയിലേക്ക് മാറി കിട്ടി. അപ്പോൾ പിന്നെ വണ്ടി എടുക്കണമെന്ന് ഒരു ധാരണ വന്നു. പക്ഷേ ഈ വണ്ടി ഫിനാൻസ് ഇട്ടാണ് എടുത്തേക്കുന്നത്. ഇതെൻ്റെ പേരിലുള്ള വണ്ടിയല്ല. എനിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും നടന്നില്ല. എന്നുവെച്ചാൽ ഗ്യാരണ്ടർ വേണം, മറ്റേ കരടച്ച് രസീത് വേണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മനസ്സറിഞ്ഞ് അങ്ങനെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ സർജറിക്കും എല്ലാം എന്നെ സഹായിക്കും, എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ പേരിൽ വണ്ടി എടുത്തു തന്നു. ഫിനാൻസ് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ പേര് തന്നെ ഇട്ടു. എൻ്റെ വണ്ടി പോലെ തന്നെ കൊണ്ടുപോയി നടന്നോളാൻ പറഞ്ഞ് എനിക്ക് എടുത്ത് തന്നതാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ വലിയ മനസ്സിനോട് ഞാൻ ഒരുപാട് നന്ദി പറയണു. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ദുരിതങ്ങൾ കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. പിന്നീട് കുറച്ച് കാലം ഞാൻ കുറച്ച് പൂച്ചകളെയും പേർഷ്യൻ ക്യാറ്റ്, പട്ടിക്കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ച് പിന്നെ കോഴി അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ലൈസൻസും കൂടി ഓക്കെ ആയതിനു ശേഷമാണ് വണ്ടി ഓട്ടോ പണ്ട് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ മേടിക്കണം എന്ന് തോന്നി. അപ്പോൾ അത് കുറേ ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആളുകളുടെ കണ്ണിൽ ഇപ്പോഴും ഞങ്ങളെന്തോ പ്രശ്നക്കാർ, വൈകുന്നേരം ആകുമ്പോൾ റോഡിൽ മാത്രം നിന്ന് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ആളുകൾ എന്നൊക്കെ ഒരു ധാരണയാണ്. പക്ഷേ അതൊന്നുമല്ല. നമ്മളുടെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ കാലം ഒരുപാട് മാറി. എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാനും ഒരുപാട് നാളെ വണ്ടി മേടിക്കും. പക്ഷേ നമ്മളുടെ സാമ്പത്തികം നമ്മളെ അനുവദിക്കുന്നില്ല. നമ്മളുടെ വരുമാനങ്ങൾ നമുക്ക് ജീവിച്ചു പോകാനല്ലാണ്ട് വേറെ ഒന്നിനും മാറ്റി വെക്കാനുണ്ടായില്ല. പിന്നെ എൻ്റെ 2 സർജറികളും എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായാലും എത്ര റിസ്ക് എടുത്തിട്ടായാലും ഇനി ആരുടെ കാല് പിടിച്ചിട്ടായാലും ഒരു വണ്ടി എങ്ങനെയെങ്കിലും മേടിക്കണം. എന്നാന്ന് വെച്ചാൽ വേറെ നമുക്ക് കൂലിക്ക് ഓടിക്കാനൊന്നും ആരും ആ സമയത്ത് വണ്ടി ഓടിക്കാൻ അറിയാമോ ഒന്നും ആർക്കും അറിയില്ല. അങ്ങനെ ചോദിക്കാനും നമുക്കൊരു സ്ഥലമില്ല. ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കും എല്ലാ മേഖലയിലും കഴിവുകളുണ്ട്. എന്ത് പണിയെടുത്ത് ജീവിക്കാനും നമ്മളും തയ്യാറാണെന്ന് പൊതുജനങ്ങൾക്ക് ഒരു ബോധമുണ്ടാക്കി കൊടുക്കുക. നമ്മളും വേറെ മോശപ്പെട്ടവരല്ല, സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് എന്ന് ആളുകൾ മനസ്സിലാക്കണം. അത്രയും വെച്ചാൽ പല ആളുകളെയും വേറെ വഴികളിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ചേർത്ത് നിർത്താൻ ആരും ഇല്ലാത്തപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ പല കമ്മ്യൂണിറ്റികളും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ആദ്യകാലങ്ങളിൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിലേക്ക് പോയതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓരോരുത്തർക്കായാലും ആകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറ്റുന്നൊരു തൊഴിൽ, എനിക്കറിയാവുന്നൊരു തൊഴിൽ, ആരുടെയും കീഴിൽ പോയി നിൽക്കാതെ പിന്നെ ഹാപ്പിയായിട്ട് ജീവിക്കാം. ഒരു തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്ന് പറയുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ.